ഹലോ എവ്രി വൺ, മച്ചു ഫ്ലേവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള കോൺ ചിക്കൻ സമൂസയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഐസ്ക്രീമിൻ്റെ കോൺ പോലെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് കോൺ ചിക്കൻ സമൂസ എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, കുട്ടികൾക്കൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടായിരിക്കും ഈ സ്നാക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 2 പൊട്ടാറ്റോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് പൊട്ടാറ്റോ പുഴുങ്ങി ഇതുപോലെ ഉടച്ചെടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒപ്പം സവാളയുടെ ഒപ്പം തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ ഇടാനായിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ പെപ്പർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറി വരുമ്പോൾ ഞാൻ ചിക്കൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെപ്പറും ഉപ്പും ചേർത്തിട്ടാണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നവരെ ഇതുപോലെ വഴറ്റി നമ്മുടെ ഫില്ലിങ് അവിടെ ചൂടാറാനിരിക്കട്ടെ. അടുത്തായിട്ട് നമ്മുടെ സമൂസ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സമൂസ ഷീറ്റ് ഇപ്പോൾ സാധാരണ നമുക്ക് കടകളിലൊക്കെ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലെ നീളത്തിലുള്ള സമൂസ ഷീറ്റായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പ് ആക്കിയെടുത്തത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതുകൊണ്ട് അത് മേടിക്കുന്നതായിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഞാനിപ്പോൾ 2 ഷീറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിൽ കോൺഫ്ലോർ മിക്സും മുക്കിയെടുത്ത ശേഷം ഇങ്ങനെ സ്ക്വയർ ആക്കി എടുത്തു. അതിനുശേഷം ഇത് ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് നമ്മളുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിംഗ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നിറച്ച ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കോൺ ഷേപ്പിലിരിക്കുമ്പോഴും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ വെർമിസിൽ മുകളിൽ കിട്ടുമ്പോൾ നല്ല ഒരു പ്രത്യേക രുചിയുണ്ട്. സാധാരണ സമൂസയിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്ത ശേഷം ഞാനൊന്ന് കോൺഫ്ലോർ മിക്സിൽ ഇതുവരെ ഡിപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ വെർമിസിൽ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് നമ്മുടെ കോൺ ചിക്കൻ സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 2 ദിവസം അവിടെ ഇരുന്നോളും. ആവശ്യത്തിന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ 2 ബോൾ ഷേപ്പിൽ ഉണ്ടാക്കി, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇതിൻ്റെ ഉണ്ടാക്കുന്നൊരു രീതി എന്ന് പറയുന്നത്. അതിനുശേഷം സാധാരണ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന പോലെ നല്ല തിളച്ച എണ്ണയിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എടുത്ത് 2 സൈഡും ഡിപ്പ് ചെയ്ത് വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ലൈറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ